നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് സ്റ്റീം എഞ്ചിൻ, പിന്നീട് ഡീസൽ, അതിനുശേഷം ഇലക്ട്രിക് ട്രെയിൻ, ഇപ്പോൾ ഹൈഡ്രജൻ ട്രെയിൻ. അതെ, ഇന്ത്യ സ്വന്തം ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ഇതൊരു പുതിയ ട്രെയിൻ മാത്രമല്ല, ഇന്ത്യയുടെ ഗ്രീൻ റെവല്യൂഷൻ്റെ പുതിയ അധ്യായമാണ്. സാധാരണ ട്രെയിനുകൾ ഡീസൽ അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗിച്ചാണ് ഓടുന്നത്. എന്നാൽ ഹൈഡ്രജൻ ട്രെയിനിൽ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ചേർന്ന് വൈദ്യുതി ഉണ്ടാക്കും. അതിൻ്റെ പുറന്തള്ളൽ എന്താണെന്നറിയാമോ? പുകയില്ല, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല, മലിനീകരണവുമില്ല, വെള്ളവും ചൂടും മാത്രം. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ട്രെയിനിനെ സീറോ എമിഷൻ ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജിന്ദ് സോണിപ്പട്ട് റൂട്ടിലാണ് സർവീസ് ആരംഭിക്കുന്നത്. ജൂലൈ 17-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു പുതിയ നാഴികക്കല്ലാണ്. ഇനി ഈ ട്രെയിനിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഈ ട്രെയിനിൽ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ടെക്നോളജി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. 2 പവർ കാർസ്, 8 പാസഞ്ചർ കോച്ചസ്, നൂതന സാങ്കേതിക സംവിധാനങ്ങൾ, കൂടാതെ ഹൈഡ്രജൻ സ്റ്റോറേജ് സിസ്റ്റം. പരീക്ഷണ ഓട്ടത്തിൽ 120 കിലോമീറ്റർ വേഗത വരെ കൈവരിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ സർവീസിൽ അതിനേക്കാൾ കുറഞ്ഞ വേഗത്തിലാണ് ഓടുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യക്ക് ഇതിൻ്റെ പ്രയോജനം നോക്കാം. ഹൈഡ്രജൻ ട്രെയിൻ വിജയിച്ചാൽ ഡീസൽ ഉപയോഗം കുറയും, കാർബൺ എമിഷൻ കുറയും, ഇന്ധന ഇറക്കുമതി ആശ്രയം കുറയ്ക്കാൻ സഹായിക്കും. ഗ്രീൻ ടെക്നോളജിയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തമാകും. ലോകം ഹൈഡ്രജൻ എക്കോണമിയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയും അതിൻ്റെ ഭാഗമായി മാറുകയാണ്. ജർമ്മനി, ചൈന, മറ്റു ചില രാജ്യങ്ങൾ ഹൈഡ്രജൻ ട്രെയിൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ പട്ടികയിൽ ഇന്ത്യയും ചേർക്കപ്പെടുകയാണ്. മേക്ക് ഇൻ ഇന്ത്യയും ഗ്രീൻ ഇന്ത്യയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന മറ്റൊരു ഉദാഹരണമാണിത്. ഹൈഡ്രജൻ ട്രെയിൻ ഇത് വെറുമൊരു ട്രെയിൻ മാത്രമല്ല, ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള യാത്രയാണ്. ശുദ്ധമായ ഊർജം, ആധുനിക സാങ്കേതികവിദ്യ, പരിസ്ഥിതി സംരക്ഷണം, ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു വലിയ ചുവടുവയ്പ്. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഭാവിയിൽ ഇന്ത്യയുടെ എല്ലാ ഡീസൽ ട്രെയിനും ഹൈഡ്രജൻ ട്രെയിൻ അല്ലെങ്കിൽ മറ്റ് ശുദ്ധ ഊർജ്ജ സാങ്കേതിക വിദ്യയിലേക്ക് മാറുമോ? കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, ജയ് ഹിന്ദ്. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.